ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ തലേന്ന് രാത്രി തന്നെ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. അപ്പോൾ ഈ വണ്ടിയിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ആദ്യമേ നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്ത് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് കാര്യാലയത്തിലാണ് നമ്മൾ പൊങ്കാലയിട്ടത്. അവിടെ പോയി നമ്മൾ അടുപ്പൊക്കെ പിടിച്ചിട്ട് നമ്മൾ നേരെ പോയത് മണ്ടക്കേടാണ് കേട്ടോ. അപ്പോൾ ആറ്റുകാൽ അവിടെ വെളുപ്പിലേ ചെന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ മണ്ടക്കേടാണ് വന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മണ്ടക്കേട് അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ 2 തേങ്ങ വാങ്ങിച്ചു കേട്ടോ. അപ്പം ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മൾ തേങ്ങ വാങ്ങിച്ച് നമ്മൾ എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹിച്ച് ആ തേങ്ങ കടലിൽ കൊണ്ട് മുക്കി അമ്പലത്തിനകത്ത് പോയി തേങ്ങ ഉടച്ചാൽ ആ ആഗ്രഹം പറയുന്ന ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ 2 തേങ്ങ വാങ്ങിച്ച് കടലിൽ കൊണ്ടുപോയി മുക്കി നമ്മൾ അമ്പലത്തിലോട്ട് പോയി കേട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ പിന്നെയും വീണ്ടും മുക്കാനായിട്ട് പിന്നെ നമ്മൾ അമ്പലത്തിലോട്ട് വന്നപ്പോൾ വഴിയിലൊക്കെ കുറേ സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്ത് വന്ന് അങ്ങനെ അവിടെ നിന്ന് അമ്പലത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് പൂമാലയും ഒക്കെ വാങ്ങിച്ച് നമ്മൾ അമ്പലത്തിലോട്ട് പോയേട്ടോ. അപ്പോൾ അമ്പലത്തിൽ ഈ മാലയാണ് അവിടെ കൊടുക്കാനായിട്ട് വാങ്ങിച്ചത് കേട്ടോ. അപ്പം ഇതാണ് അമ്പലം. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇന്ന് അമ്പലത്തിലോട്ട്. അപ്പം നമ്മളവിടെ നല്ലതായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരെ അവിടുന്ന് തിരിച്ച് വീണ്ടും വൈകുന്നേരം ആയപ്പോഴത്തേനും ആറ്റുകാൽ തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ നമ്മളവിടെ സാധനങ്ങളൊക്കെ അടുക്കി ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. അപ്പം എൻ്റെ ചേച്ചിമാരും കൂടെ വന്ന എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വഴിയരികിൽ ഒരുപാട് പൂക്കച്ചവടങ്ങളും ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ നടന്നു ഈ കടയിലാണ് നമ്മൾ ചായ കുടിക്കാനായിട്ട് വന്നത്. അപ്പോൾ ചായയും അതിൻ്റെ കൂടെ പഴംപൊരിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ തിരിച്ചു പോയി. പിന്നെ രാത്രിയായി കേട്ടോ. രാത്രി വീണ്ടും ഞങ്ങൾ ഇറങ്ങി പർച്ചേസിന്. പിന്നെ വീണ്ടും ഞങ്ങൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇരിക്കുന്നിടത്ത് എത്തി. അപ്പോഴത്തേനും നല്ല ഇരുട്ടായി കേട്ടോ. പിന്നെ നമ്മളിത് വെളുപ്പാങ്കാലമാണ്. വെളുപ്പാങ്കാലത്ത് കുളിച്ച് റെഡിയായിട്ട് എല്ലാവരും റെഡിയായിട്ട് വന്ന് നമ്മുടെ പൊങ്കാലക്കാലത്തിൽ കെട്ടാനായിട്ട് പൂ കെട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീഡിയോ എടുത്തത് ജാനയാണ്. ഞാൻ പൂ കെട്ടിക്കൊണ്ട് രണ്ട് കാലത്തിൽ കെട്ടാൻ വേണ്ടി 2 കാലത്തിൽ ഇത് കെട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് പൂ കെട്ടണമായിരുന്നേ. അപ്പം അത് കെട്ടി അതിന് ശേഷം നേരം വെളുത്ത് അപ്പോഴത്തേന് ഞങ്ങൾ കല്ലൊക്കെ പറക്കി വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് എന്നിട്ട് ജാനി ആ കലത്തിൽ ചന്ദനം ഇടുന്നതാണ് ഈ കാണുന്നത്. വരച്ചും കുറിച്ചുമൊക്കെയാണ് അവൾ വെച്ചത്. പിന്നെ ഞങ്ങൾ കാപ്പി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്യൂവിൽ നിന്ന് കാപ്പി വാങ്ങിക്കാൻ പോയി കേട്ടോ. വലിയ നീണ്ട ക്യൂ ആയിരുന്നു. കാപ്പിയൊന്നും കിട്ടിയില്ല, വെറുതെ ആയിപ്പോയി. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നിട്ട് നമ്മൾ ഗണപതി പടുക്ക ഒരുക്കാനായിട്ട് നമ്മൾ ഇരുന്ന് കേട്ടോ. അപ്പം ആദ്യ ഇലയും പിന്നെ ഗണപതി പടുക്കയുടെ ഒരുക്കങ്ങളും ഒക്കെ എടുത്ത് വെച്ചു. അങ്ങനെ പിന്നെ അതിനകത്ത് തന്നെ കർപ്പൂരം കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ തേങ്ങ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ശർക്കര, പിന്നെ അട മാത്രമില്ല കേട്ടോ. അട നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വരണം. നമ്മൾ അട ഉണ്ടാക്കിയില്ലായിരുന്നു. ബാക്കി തേങ്ങ, ശർക്കര, പിന്നെ ഉണക്കമുന്തിരി, പിന്നെ വിളക്ക് വെച്ച് വിളക്കിനകത്ത് എണ്ണയും തിരിയും കാര്യങ്ങളും ഒക്കെ വെച്ചു. പിന്നെ പൂക്കളൊക്കെ വെച്ച് അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് എന്തോ നമുക്ക് നല്ലൊരു സന്തോഷം കിട്ടുന്ന നിമിഷങ്ങളായിരുന്നു കേട്ടോ ഇതെല്ലാം. അങ്ങനെ അതെല്ലാം ചെയ്ത് പിന്നെ പൊങ്കാല ഇടുന്ന സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ലൈവിൽ പോയതുകൊണ്ട് അതൊക്കെ ലൈവ് വീഡിയോയിലുണ്ട്. അപ്പോൾ പിന്നീട് ഇത്രയും മാത്രമാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ഒരുക്കി വെച്ചേക്കുന്നത് കേട്ടോ ഗണപതി പടുക്ക. അങ്ങനെ പിന്നെ ബാക്കിയെല്ലാം എൻ്റെ ലൈവിലുണ്ട്. അവസാനം പൊങ്കാലയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ എടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം കലമെല്ലാം നമ്മൾ പറക്കി പാക്ക് ചെയ്ത് വെച്ച് നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. സബ്സ്ക്രൈബ്.